ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ വിചാരിച്ചു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് 1 ടീസ്പൂണ്, പിന്നെ സോയാ സോസ്, ഉപ്പ്, കുറച്ച് ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും വെക്കണ്ട. അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്തത്. ചൂടായി വന്നതിൻ്റെ ശേഷം നമ്മളതിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും മതി. നമ്മൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്തത്. അത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്കൊന്നും കൂടി ഇതിൽ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗാർലിക് പൗഡറും പിന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗാർലിക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് ബട്ടർ മെൽറ്റ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് പാൽ ഒഴിച്ചതിന് ശേഷം പൗഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ടൊരു ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ വലിയുള്ളി, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ, പിന്നെ കുക്കുമ്പർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ തക്കാളി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. അപ്പം നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസും ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് ഉപ്പ്, ചെറുതായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് കുറച്ച് കെച്ചമ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബണ്ണെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബ്രെഡ് ക്രംസൊക്കെ റിമൂവ് ചെയ്യുക, നല്ലൊരു ഹോൾസ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം തിക്കിൽ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതൊക്കെ ഞാൻ ഈ ചെയ്യണ മാതിരി നിങ്ങൾ ചെയ്യുക. അതല്ല, ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് സോസും പിന്നെ ചീസ് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ റമദാനിക്ക് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. എൻ്റെ മടി കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഞാൻ ബീഫ് വെച്ചും ചെയ്തിട്ടുണ്ട്, ഇതിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും നോക്കാം. മയണൈസിനും കൂടി കൂടുതൽ നമുക്ക് ടേസ്റ്റ് കൂടുതലുള്ളത് ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓവനിൽ വെച്ചുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഓവണൊന്ന് ഹീറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ചീസൊന്ന് മെൽറ്റ് ആവുന്നത് വരേക്കൊന്ന് ആ ഒരു ടൈം വരെ ഒന്ന് കണക്കാക്കി ഒരു 5 മിനിറ്റ്. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. അല്ലെങ്കിൽ കൂടുതലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചീസ് ഭയങ്കരമായിട്ട് ഹാർഡാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറയുക, ഒരു അമേസിങ് ടേസ്റ്റ് തന്നെയെന്ന് പറയാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.